ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനവുമായി ആ വിളി ഏറ്റെടുത്തുകൊണ്ട് നാം പോവുകയാണ്. We have heard the call, many have obeyed the call, and many are prepared to go forward with that great mission. So there are a couple of facts which you and I should realize. ദൈവത്തിൻ്റെ വിളി കേട്ട് നാം ദൈവത്തിൻ്റെ വേലക്കാരായിട്ട് പോകുമ്പോൾ നമ്മുടെ മുൻപിൽ ലോകത്തിൻ്റെ ചില ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. എന്താ വളരെ വളരെ ചിന്താഗതികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ചെറുപ്പകാലത്ത് നാം കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. We are seeing a generation which is growing up in a very different way from the way which we have been brought up in our childhood. And we find our children
teenagers for that matter, adolescents for that matter, they're having a different view about so many things. നമ്മുടെ തലമുറയ്ക്ക്, മക്കൾക്ക് പല കാര്യങ്ങളിലും വിഭിന്നമായ അഭിപ്രായങ്ങളാണുള്ളത്. എന്തുകൊണ്ട് ഇന്ന് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തെ അവർക്ക് വിളിച്ചപേക്ഷിക്കുവാൻ കഴിയുന്നില്ല? You believe in God and you want to work for God. You are working for God in some extent. But can you say that your children are working in the same way? Do they have the same passion for God? This is something which you have to answer. ഞാൻ ദൈവത്തെ വിളിക്കുന്നു, എൻ്റെ ദൈവൻ്റെ അനുഭവമാണ്, ഞാൻ പരിശുദ്ധാത്മാവ് അനുഭവിക്കുന്നു, ഞാൻ പകരുന്നു, ഞാൻ പകർത്തുന്നു. എന്നാൽ എൻ്റെ മക്കൾ അപ്രകാരമാണോ? മക്കൾ അപ്രകാരമല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും. യു ഹാവ് ടു ആൻസർ ഗോഡ്. കാരണം ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്. മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവത്തിൻ്റെ കൃപയിലും വളരുന്നില്ല എങ്കിൽ, അവരങ്ങനെ ആകുന്നില്ല എങ്കിൽ, ഞാൻ സങ്കടത്തോടെ പറയട്ടെ, അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്ക് തന്നെയാണ്. അപ്പോൾ നാം അവരെ വളർത്തിയ രീതികളിലുണ്ടായ വ്യതിയാനമാണ് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധ മോടികളിലും സംവിധാനങ്ങളിലും അഭ്യുന്നതിക്കും വേണ്ടിയിട്ട് നാം അവരെ അഭ്യസിപ്പിച്ചു, പരിശീലിപ്പിച്ചു, വളർത്തി. എന്നാൽ ദൈവകൃപയിലും ദൈവഭയത്തിലും ദൈവീയ ജ്ഞാനത്തിലും വളർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയാതെ വരുമ്പോഴാണ് അവർ ദൈവത്തെ നാം അറിയേണ്ടതുപോലെ അറിയാതെ മുൻപോട്ട് പോകുന്നത്. ചെറുപ്പത്തിലെ പള്ളിയിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയോ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അവർ ദൈവകൃപയിലാകുകയില്ല. ദൈവത്തെ രുചിച്ചറിയുവാനുള്ള മുഖാന്തരം അവർക്ക് നൽകപ്പെടണം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം പരമോന്നതമായ ഒരു അന്തർദാഹം അവർക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ അവരിൽ നാം ചെറുപ്പത്തിലെ ഈ വലിയ അനുഭവം കുത്തിവെക്കണം. You see, when you experience God, when you are led by the Spirit of God, your children also should follow the same path. But if they should follow the same path, they should be led to that experience. That is what is most important. Many a time, we call upon God, we are led by the Spirit of God, but we do not train our children to grow up in the Spirit of God. We have put different targets for them. We want them to be big people in the world, have high education, have high ideals, make more money, get better jobs. So all our plans are oriented towards that particular aim. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് ലോകത്ത് സമുന്നതമായി ജീവിക്കാനുള്ള മാർഗം കൊടുക്കണം, അവർക്ക് ആവശ്യം പോലെ സമ്പാദ്യം കൊടുക്കണം തുടങ്ങിയ അനേക കാര്യങ്ങളിലേക്ക് നാം ശ്രദ്ധ തിരിച്ചാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത്. എന്നെപ്പോലെ എൻ്റെ മകനും ദൈവത്തെ അറിയണമെന്ന്, എന്നെപ്പോലെ എൻ്റെ മകളും ദൈവത്തെ അറിയണമെന്ന്, ഞാൻ അനുഭവിക്കുന്ന ദൈവത്തെ അവർ രുചിച്ചറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ല നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളത്. അതൊരു വലിയ തെറ്റാണ് ദൈവസന്നിധിയിൽ. ഞാനും നിങ്ങളും ആകേണ്ടതുപോലെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ച് ദൈവത്തിന് ഉത്തരവാദിത്വം വേണം. ഞാൻ ആരെയും പ്രത്യേകിച്ച് വേദനിപ്പിക്കുവാനല്ല പറയുന്നത്, പക്ഷേ ഇതൊരു ഉത്തരവാദിത്വമാണ്. മക്കളെ ദൈവകൃപയിൽ വളർത്തേണ്ട ചുമതല മാതാപിതാക്കന്മാർക്കാണ്. മാതാപിതാക്കന്മാരുടെ മാതൃകയില്ലാത്ത ജീവിതം കൊണ്ടാണ് അതേ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകുന്നത്. അവരുടെ തെറ്റുകൾ മറച്ചു വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവർ മറ്റു വഴികളിലേക്ക് പോയി പോകുന്നത്. എൻ്റെയും നിങ്ങളുടെ ആത്മീയജീവിതത്തിൽ തിരുവചനത്തിൽ അനേക പാഠങ്ങൾ അത് കാണിക്കുന്നുണ്ട്. 2 ശമൂവേൽ 18-ാം അധ്യായത്തിലെ 33-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. 2 Samuel chapter 18 verse 33. Then the king was deeply moved. And went up to the chamber Yeah. over the gate and
ഒരു പിതാവ് ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. ദൈവത്തിനു വേണ്ടി അതിമഹത്തായ കാര്യങ്ങൾ ചെയ്തവനാണ്. അവൻ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്താ നിലവിളിക്കുന്നത്? എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്ശാലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ഓ മൈ സൺ അബ്സലോം, മൈ സൺ, മൈ സൺ, മൈ സൺ അബ്സലോം, if I only died in your place. I wanted you, I did not want you to die. Let me die. I love you so much. He is wailing at the death of his beloved son Absalom. എന്തുകൊണ്ട് അബ്ശാലോമിന് ഇങ്ങനെ ഒരു അവസാനം ഉണ്ടായി? Why did Absalom meet such a violent end? It was the failure of David. ദാവീദിന്റെ പരാജയമാണ്. അബ്ശാലോമിന്റെ തെറ്റുകൾ തിരുത്തുവാൻ അവൻ കൂട്ടാക്കിയില്ല. അബ്ശാലോമിനെ അത്യധികമായിട്ട് സ്നേഹിച്ചു. You know, if you could read 2 Samuel chapter 14 verse 28, 14-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അങ്ങനെ പാർക്കുവാനുള്ള കാരണം എന്താണ്? അവൻ്റെ സഹോദരനെ അടിച്ചു കൊന്നു. സഹോദരനെ അമ്നോനെ അവൻ അടിച്ചു കൊന്നു. He killed his brother. So he went away from Jerusalem. But the king loved him because he was the most handsome man in entire Israel. ഇസ്രായേലിലെ ഏറ്റവും സൗന്ദര്യമുള്ള പുരുഷനായിരുന്നു അബ്ശാലോം. അതുകൊണ്ട് എല്ലാവരും അവനെ സ്നേഹിച്ചു. രാജാവിന് വാത്സല്യമായിരുന്നു. സ്വന്തം മകനായ അമ്നോനെ കൊന്നിട്ട് പോലും 2 വർഷം കഴിഞ്ഞ് അവൻ വീണ്ടും അബ്ശാലോമിനെ തിരുത്താതെ ചേർത്ത് കൊള്ളുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് മറക്കുകയില്ല. ശലോമോൻ രാജാവ് പഠിപ്പിക്കുകയാണ്, ഈ നടക്കേണ്ടുന്ന വഴിയെന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ആ വഴിയിൽ നടക്കണം. അവരുടെ ചിന്താഗതികൾ മക്കൾ ദൈവത്തിൻ്റെ കൃപയിൽ വളരണമെന്നുള്ള ചിന്താഗതിയിലായിരിക്കണം. ലോകത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് പണം വാരിക്കോരി ചെലവഴിച്ച് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുവാൻ അവരെ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി സാമൂഹ്യവും മറ്റ് എല്ലാവിധമായ പശ്ചാത്തലങ്ങളും ഒരുക്കുകയാണെങ്കിൽ, അവർ വളർന്നു വരുമ്പോൾ നീ സേവിക്കുന്ന ദൈവത്തെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. You train them up to have glorious degrees and glorious position in the world. And when they grow up, they may have good jobs, they may have money, but they will not bother about the God whom you serve. They will never obey you to serve your God. That's a problem. It is the upbringing that matters. It is the motivation that matters. നീ എന്ത് കാണിച്ചുകൊണ്ട് പിള്ളേരെ വളർത്തുന്നത്? യഹോവയാം ദൈവം വളരെ പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്. Now we have got so many people have young children here. You see, I want to tell them how exactly God wants them to bring up their children. This is a part of this fasting prayer, to bring up the children in the love and in the fear of God. If you could read Deuteronomy chapter 6 verse 6 onwards, you can read. ഞാൻ കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴിയിൽ കൂടി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവളെ നിന്റെ വീടിൻ്റെ കട്ടളമേലും പടിവാതിന്മേലും എഴുതണം. These words which I command you this day shall be in thy heart,
And thou shalt teach thy children diligently unto thy children, and talk to them when thou sittest in thy house, when thou walkest by the way, when you lie down, when you rise up, and you have to put them as a sign upon your hand. It should be written between the eyes. Thou should write upon the posts of thy house, on thy gates. Remember, your children are brought up. Wherever they look, it is only the word of God. It's only God. മക്കളെ വളർത്തുകയാണ്, ചെറുപ്പത്തിൽ വളർത്തുകയാണ്. മക്കളെ എങ്ങനെ വളർത്തും? ആ മക്കളെ നിന്റെ വീട്ടിൽ വളർത്തുമ്പോൾ, നീ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും നീ ദൈവത്തിൻ്റെ കാര്യമാണ് അവരോട് പറയേണ്ടത്. ദൈവം നൽകുന്ന കൽപ്പനയാണ്. ഇന്നും ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ ആ കൽപ്പനയുടെ അനുസരണമാണ് ഇസ്രായേൽ എന്ന ജാതി ഇന്ന് നിലനിൽക്കുന്നത്. നിന്റെ മക്കളോട് നീ ഉപദേശിക്കേണ്ടത്, നീ അവരിയ്ക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും നമ്മളെന്താ ഉപദേശിക്കുന്നത്? ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങണം, മറ്റേ കാര്യങ്ങൾക്ക് പോകണം, വയലിൻ പഠിക്കണം, കീബോർഡ് വായിക്കണം, നീ അത് പഠിച്ചോ ഇത് പഠിച്ചോ. അവരെ സമ്മർദ്ദങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി, ഈ പുസ്തകം നീ വായിച്ചോ, മറ്റേ പുസ്തകം വായിച്ചോ, എൻട്രൻസിനുള്ള പുസ്തകം വായിച്ചോ. നീ ദൈവത്തിൻ്റെ വചനം കൊടുക്കുന്നതിന് പകരം ലോകത്തിൻ്റെ മോഹങ്ങളാകുന്ന വിത്തുകളാണ് നീ അവരുടെ ഹൃദയത്തിൽ പതിച്ചിട്ടുള്ളത്. മാത്രമല്ല, നീ നിൻ്റെ വീടിൻ്റെ കട്ടളപ്പടിമേൽ അത് എഴുതി വെക്കണം, നിൻ്റെ വാതിക്കൽ അത് എഴുതി വെക്കണം. നിൻ്റെ കുഞ്ഞ് വീട്ടിൽ വളരുമ്പോൾ അത് കണ്ടു വളരണം. അവൻ പുറത്തേക്ക് പോകുമ്പോൾ അവൻ ദൈവത്തിൻ്റെ വചനം കണ്ടുകൊണ്ട് പോകണം. അവൻ വീട്ടിൽ വരുമ്പോൾ നിൻ്റെ ശബ്ദം കേൾക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കണം. അപ്പോൾ ഇന്നതിന് സാഹചര്യവും സൗകര്യവുമില്ല. ഇന്ന് വന്നാൽ സീരിയലാണ് അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് കാണുന്നത്. സിനിമ കാണണം, സീരിയൽ കാണണം, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ കാര്യം എത്ര പേര് മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്? I just want to ask, how many of you talk about God to your children? You may drive them to the Sunday school, you may just push them to the church for your services, or maybe sometimes you drag them to the fasting prayer. But in your house, do you ever talk to them about God? Do you talk to them about the stories of the Bible? Do you bring them up in the love of God? You see, I started a comic series for Jesus Christ. You know, what was my intention? When I made the first sample comic, I took it to New York and I just gave it to my grandson, Nathan. He was just hardly 2.5 years at that time. So, he took that comic. For 2 hours, he was lying on the bed and he was looking at every picture about Jesus in that comic book. Looking one after another, it attracted him so much. So you see, in the young mind, it can create changes. കുഞ്ഞു മനസ്സുകളിൽ വലിയ മാറ്റങ്ങൾ അതുണ്ടാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വലിയ കാര്യത്തിൽ ഇവിടുന്ന് കോമിക്കൊക്കെ അടിച്ചടിച്ച് യു എ കൊണ്ടുപോയത്. ഞാനിപ്പോൾ വന്നപ്പം ചോദിച്ചപ്പോൾ അതൊക്കെ ഭദ്രമായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. സൺഡേ സ്കൂളുണ്ട്, ഞങ്ങളവിടെ 2 പള്ളിയിൽ പോയി. നാണം കെട്ട വർത്തമാനമാണ്, എന്നോട് പറയരുത്. യു എയിലെ മൊത്തം സ്ഥലത്ത് 2 പള്ളിയിൽ പോയി 2 സൺഡേ സ്കൂളിൽ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ചിന്തയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത്. എന്ത് ദർശനമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്കൊരു ദർശനമുണ്ടാകണം. ഞാനിത് അടിച്ചത് കാശുണ്ടാക്കാനല്ല. $15,000 റോയൽറ്റി കൊടുത്ത് അച്ചടിച്ച് അവിടെ വന്നിട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് 10-25 ലക്ഷം രൂപ അതിന് മുടക്കിയിട്ടുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാൻ പറ്റിയ ഒരു ഏറ്റവും വലിയ, ഞാനും രാജ്യം കൂടെ ഒരു എക്സിബിഷനിലൂടെ പോയി. ഇവിടെ ഞങ്ങൾ 2 പേരും കൂടെ പകർന്ന് പോകുമ്പോൾ ബാക്കി എല്ലാ മതങ്ങളെക്കുറിച്ചുമുള്ള കോമിക്സും ബുക്സും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇത് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ എന്തെങ്കിലും ഒരു പുസ്തകം പോലും ഇല്ലല്ലോ, നോ കോമിക്സ്. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് തീരുമാനിച്ചു, ഞങ്ങൾ ഈ കോമിക്ക് ഇതുപോലെ കർത്താവിന് വേണ്ടി അച്ചടിച്ചിറക്കാം. 10 ലക്ഷം രൂപ നമുക്ക് ചിലവാക്കാം, നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിവില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തിരുവല്ലയിലെ കെട്ടിടം വിൽക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ ഇതിനു വേണ്ടി ആദ്യമേ ചിലവഴിച്ചേക്കാം ഈ കോമിക് അടിക്കാൻ. അപ്പോൾ പിശാചിനെക്കാട്ടും വിദഗ്ധരാണ്. തിരുവല്ലയിലെ കെട്ടിടവും പറ്റില്ല, കോമിക് അടിക്കാനും പറ്റിയില്ല. അമേരിക്കയിൽ ചെന്നൊരു കോൺഫറൻസിൽ നിന്നപ്പോൾ അവിടെ വെച്ച് ഈ കോമിക്സിൻ്റെ കോപ്പിറൈറ്റിനെ കുറിച്ച് ആർട്ട് ഐറിസ് എന്ന് പറയുന്ന കലാകാരനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് മുഴുവൻ വേണം. യെസ്, ടേക്ക് ഇറ്റ് ഡൗൺ. അവിടെ വെച്ച് സംസാരിച്ചു, and I signed the contract and I gave the money then and there. And I got a copyright. But when I came here, there was nobody to help me. And after great trials, after 1 year, I published it. ഇതെല്ലാം അച്ചടിച്ച് കൊടുത്തയച്ചു.
പക്ഷേ ഇതൊക്കെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. കാരണം എന്നറിയാമോ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ദർശനമില്ല. യേശുവിനെ മറ്റുള്ളവർ കൊടുക്കാനുള്ള ആവേശമില്ല, ആഗ്രഹമില്ല. നീ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും നിൻ്റെ ഭവനത്തിലൊക്കെയും യേശുവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് നീ പഠിക്കണം. ഞാനിവിടെ ഒരുപാട് ഇന്തോനേഷ്യയിൽ നിന്നുള്ള കാവിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ? നിൻ്റെ വീട്ടിൽ വെക്കുമ്പോൾ അത് എൽവിസ് പ്രെസ്ലിയുടെയോ അല്ലെങ്കിൽ ജാക്സൻ്റെയോ അല്ല, ദൈവത്തെക്കുറിച്ചുള്ള കാര്യം. നിങ്ങൾ എൻ്റെ വീട്ടിലെ സ്വീകരണമുറി അമേരിക്കയിൽ വന്നാൽ അവിടെ കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ കാര്യമാണ്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഒരു നിരീശ്വരൻ വന്ന് വീട്ടിൽ കയറിയാൽ പോലും അവനത് വായിക്കാതിരിക്കുവാൻ സാധ്യമല്ല. He cannot be blind to that. When your children are growing, they are seeing that. That's what God wanted. You should speak to them. ഇതൊന്നും നിങ്ങൾ അവനെ അഭ്യസിപ്പിച്ച് ചെറുപ്പം തൊട്ട് അവൻ സയൻറ്റിസ്റ്റ് ആകണം, അവൻ ഡോക്ടറാകണം, അവൻ ഉമ്മാക്കിയാകണം, അതിനുള്ള പരിശീലനമാണ്. എൻ്റെ വീട്ടിലെ സഹോദരങ്ങൾക്ക് ഞാനുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എൻ്റെ ഇളയ സഹോദരൻ പ്രത്യേകിച്ചും എൻ്റെ മകനെ ഡോക്ടറാക്കണം, MBBS ആണ്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ വിടുകയില്ല. എനിക്കതിനുള്ള സാമ്പത്തികമായിട്ട് ശേഷിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ വിടത്തില്ല. കാരണം ഇവൻ ഡോക്ടറാകാൻ പോയി കഴിഞ്ഞാൽ ഇവന് ഒരിക്കലും കർത്താവിന് വേണ്ടി കിട്ടുകയില്ല. എൻ്റെ ലക്ഷ്യം അതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ശരി, അവന് എൻട്രൻസ് പാസ്സായി, അവൻ്റെ റാങ്ക് കിട്ടി, അവൻ കിട്ടുകയാണെങ്കിൽ പൊക്കോട്ടെ. ഇവിടെ വന്ന് എൻ്റെ പെങ്ങളുടെ കൂടെ താമസിച്ചു, എൻട്രൻസ് ഒക്കെ എഴുതി കിട്ടിയില്ല, പിന്നെ ഡൊണേഷൻ കൊടുത്ത് അവന് കിട്ടുമായിരുന്നു. നോ, ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. ഒറ്റ കാരണം, എനിക്കും രാജിക്കും മാത്രം അറിയാവുന്ന കാരണം, ഇവരെ മറ്റു വഴിക്ക് വിട്ടാൽ ഇവരെ ഒരിക്കലും തിരിച്ച് ദൈവത്തിന് വേണ്ടി കിട്ടുകയില്ല. കാരണം ദ തോട്ട്സ് ആർ ഡിഫറെൻറ്റ്, തോട്ട് പ്രോസസ് ഡിഫറെൻറ്റ്. ചെറുപ്പം തൊട്ട് അവരെ അക്കാര്യം നിങ്ങൾക്കറിയാവുന്നവർക്കറിയാം എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന്. അമേരിക്കയിൽ ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇവിടുന്ന് കലണ്ടർ കൊണ്ടുപോയി അവിടെ യൂത്ത് മീറ്റിംഗ് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, മാടയാകോടെയാന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അവിടെ പോയി ഇതിനോടൊക്കെ 25 പള്ളികളിൽ പോയി ഇതിനെക്കുറിച്ച്, കലണ്ടറിനെ കുറിച്ച് പറയാനും ട്രാക്ട് കൊടുക്കുവാനും മുൻപോട്ടുന്നത് എൻ്റെ മകളാണ്. എനിക്കതിനകത്ത് അഭിമാനമുണ്ട്. കാരണം യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആ തീഷ്ണതയാണ്. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മക്കൾ MBBS UBBS KPC എന്തോ ഉടച്ചാലും അവർക്ക് കർത്താവില്ലെങ്കിൽ എവിടെ ശുഭമാകും? നീ 10-20 കൊല്ലം കഴിഞ്ഞ് 7-10 ഏറെയാൽ 70, അത് കഴിഞ്ഞ് നീ ഈ ലോകം കടന്നു പോകും. നിൻ്റെ മക്കൾക്ക് ദൈവസ്ഥാനിൽ ഒരു സുരക്ഷിതത്വമുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ദാവീദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കരയാണ്, എൻ്റെ മകനെ അബ്ശാലോം, നിനക്കൊരു അധികാരം വേണം നിൻ്റെ മക്കളുടെ മേൽ, നീ വന്നേ മതിയാകൂ. ഞാൻ സേവിക്കുന്ന ദൈവത്തെ നീ സേവിക്കുന്നെങ്കിൽ നിനക്ക് ഞാൻ പങ്കുപോഹനമില്ല. അത് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിനക്ക് ധൈര്യമില്ല. കാരണം നീ ലോകത്തിൻ്റെതായിട്ടുള്ള ഇമ്പങ്ങൾ നിൽക്കുമ്പോൾ നിൻ്റെ മകൻ ഇന്നതാണ്, അവൻ ഇത്രയാണ്, അവൻ വലിയ കളക്ടറാണ്, അവൻ കളക്ടറല്ല ഏത് പേഷ്കാരായാലും അബ്ശാലോമിനെക്കാട്ടി വലിയവനല്ല. നിൻ്റെ മകൻ തെറ്റായിട്ട് പോകുമ്പോൾ നിനക്ക് ചൂണ്ടുവാൻ നിനക്ക് ധൈര്യമില്ലെങ്കിൽ നിനക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമില്ല സഹോദര. ഞാൻ വളർത്തിയെടുത്തവർ, ചെറുപ്പത്തിൽ അമ്മയുടെ ഉദരം മുതൽ പ്രാർത്ഥിച്ചവർ ഈ ശുശ്രൂഷകരുണ്ട്. പീപ്പിൾ ഹു ഹാവ് പ്രേഡ് ഫ്രം ദ വൂംസ് ഓഫ് ദെയർ മദേഴ്സ്. ഗർഭം ധരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് ഗർഭം ധരിച്ച് വന്നു, എന്നിട്ട് ഓരോ സ്റ്റേജിലും പ്രാർത്ഥിച്ചതാണ്. ഇന്ന് ലോകത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് എൻ്റെ പേര് പറഞ്ഞാൽ നാണക്കേടോ മാനക്കേടോ എന്ന് പറഞ്ഞ് മാറിപ്പോയി. നീ എവിടെ പോയി എന്തോ കിട്ടിയാൽ നിനക്ക് ഗതി പിടിക്കും? പറ. നിൻ്റെ അമ്മയുടെ ഉദരം മുതൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിൻ്റെ ഓരോ അവസ്ഥയിലും നിന്നെ രക്ഷിക്കുകയും ചെയ്ത് നിന്നെ എവിടെ കൊണ്ടുവന്നായി കഴിഞ്ഞാൽ നീ ആ പ്രാർത്ഥിച്ചവനെ മറന്നാൽ ദൈവം നിനക്ക് എവിടെ കൃപ ചെയ്യും? ഞാനിവനെ ഒന്നും വിളിക്കാൻ പോയിട്ടില്ല, ഇവനൊന്നും നോക്കാനും പോകത്തില്ല. പക്ഷേ എനിക്കറിയാം ഇതിൻ്റെ അവസാനം എന്താണ്. നീ എത്ര പക്വതാന്ന് പറഞ്ഞാലും, നീ എന്തെല്ലാം മേലങ്കി അണിഞ്ഞാലും നിൻ്റെ ഇത്രയേ ഉള്ളൂ. കാരണം നീ കള്ളനാണ്, നീ വക്രനാണ്. നിനക്ക് ദൈവത്തിൽ തോന്നില്ല. ഇതിന് എൻ്റെ കാരണക്കാരാരാ? അമ്മയപ്പൻ. എന്തെല്ലാം ദൈവകൃപ പ്രാപിച്ചാലും ദാവീദിനേക്കാൾ വലിയ ആളല്ലല്ലോ. ദൈവത്തോട് കൂടെ നടന്നവൻ, ദൈവത്തോട് സംസാരിച്ചവൻ, ദൈവം യെരൂശലേം ദേവന്റെ പ്ലാൻ വരച്ചു കൊടുത്തവൻ. അതെ, എല്ലാം ഉണ്ട്. ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. പക്ഷേ ദൈവത്തിൻ്റെ നീതിക്ക് മാറ്റമില്ല. യുദ്ധത്തിൽ ജോവാനോട് പറഞ്ഞു, എൻ്റെ ബാലൻ്റെ മേൽ മാത്രം നീ ദൃഷ്ടി വെക്കരുത്, അവനെ വിട്ടേക്കണം. പക്ഷെ ദൈവത്തിൻ്റെ നീതി മറ്റൊന്നായിരുന്നു. വന്നു അബ്ശാലോമിന് ഭയങ്കരമായ തലമുടി നീളമാണ്. ഓടി വന്നു, ആരും പ്രതീക്ഷിച്ചില്ല. ഓടി വന്ന് അവൻ നല്ല യോദ്ധാവും പോരാനുമാണ്. സുന്ദരനായ അബ്ശാലോമിൻ്റെ തലമുടി കരുവേലകത്തിൽ കുരുങ്ങി ആകാശത്തിനും ഭൂമിക്കും മധ്യ അവൻ തൂങ്ങിക്കിടക്കുകയാണ്. യോവാബ് എന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലുക അവനെ. സ്വന്തം അപ്പനെതിരായിട്ട് എഴുന്നേറ്റവൻ.
അതിനെക്കുറിച്ച് എവിടെ വിലപിക്കുന്നത്? എൻ്റെ മക്കൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? നിങ്ങൾ വിചാരിക്കാൻ സ്നേഹമുണ്ടെന്ന്. സ്നേഹത്തിനൊരു പ്രദർശനമുണ്ട്, ഒരു പ്രകടനമുണ്ട്, അനുസരണമാണ്. നിങ്ങൾ പറയുന്നത് മക്കൾ കേൾക്കുമോ? ഞാൻ ആരുടെയും മക്കളെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ നിങ്ങൾ ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുകയാണ്, യേശുവിൻ്റെ സാക്ഷികളാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മക്കളുടെ മേൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവരെ ദൈവസന്നിധിയിൽ വളർത്തുവാനും എത്തിക്കുവാനും ഒരു കടപ്പാട് നമുക്കുണ്ട്. Our responsibility is to bring them up in the love of God. So those of you who are having small children who are growing, I'm not talking about the big people, the youth. Now you cannot do anything now. You cannot do anything. They are going their way. But you can pray for them. ഇവനെ ഉടച്ചേ മതിയാവും. ഒരമ്മയും അപ്പനും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ഉടയ്ക്കും, പക്ഷേ കണ്ണീര് വരത്തില്ല. അവന് കുഴപ്പമൊന്നും വരാം. അവന് അവന് വേണ്ടി പ്രാർത്ഥിക്കണേ, അവൻ രൂപാന്തരപ്പെടാൻ. എന്താ ഞാൻ രൂപാന്തരപ്പെടാൻ? പഞ്ചസാര പുട്ടായി വായിലോട്ട് ഇറക്കിക്കൊടുത്ത് അവനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. എന്താ പറയുന്നത്? എങ്ങനെ രൂപാന്തരപ്പെടുത്തും? അവനെ ദൈവം സന്ദർശിക്കണം, അവനെ ഉടക്കണം, അവൻ്റെ കഴിവ് ഒന്നുമില്ലെന്ന് ബോധ്യമാക്കണം. അവൻ്റെ അപ്പൻ്റെ ദൈവത്തെ അവൻ കണ്ടെത്തണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അപ്പൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അവൻ നിസ്സഹായനായിട്ട് തകർന്ന് കിടക്കുമ്പോഴാണ് ദൈവത്തെ അവന് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തിച്ചു. പക്ഷെ നിൻ്റെ മകനെ നേടിയെടുക്കുവാൻ, നിൻ്റെ മകളെ നേടിയെടുക്കുവാൻ നിനക്ക് കഴിയണമെങ്കിൽ നീ കണ്ണുനീരോട് ഈ ലോകത്ത് വെച്ച് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നീ ഇവിടുന്ന് 10-12 വർഷം കഴിയുമ്പോൾ നീ കടന്നു പോകും. നിൻ്റെ മക്കൾ ഈ ലോകത്ത് കിടന്ന് നരകിക്കും. കാരണം നീ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചിട്ട് നിൻ്റെ മക്കളോ ദൈവത്തെ മറന്നു കഴിഞ്ഞാൽ ദൈവം പൊറുക്കുകയില്ല. ഓർത്തുകൊള്ളണം. നിങ്ങൾ വേദപുസ്തകം പഠിക്കുക, വായിക്കുക, പഴയ നിയമത്തിൽ വായിക്കുക, അനേക സംഭവങ്ങളുണ്ട്. ശമൂവേൽ പ്രവാചകനായിരുന്നു, ഇസ്രായേലിൻ്റെ അവസാനത്തെ ന്യായാധിപനായിരുന്നു. എന്തുകൊണ്ട് ന്യായാധിപന്മാരെ വേണ്ട എന്ന് ഇസ്രായേൽ മക്കൾ പറയാൻ കാരണം, ഇവൻ്റെ മക്കൾ ദൈവകൃപയിൽ ജീവിച്ചവരല്ല. അതാണ് വയ്ക്കൻ. അവർ ആ നേർച്ചകൾ സ്വീകരിക്കുന്നവർ കൊള്ളയടിക്കുന്നവരാണ്. They could not live in the principles what their father lived. Samuel was a great prophet of the Almighty God, but his sons went astray. തന്നിമിത്തം ന്യായാധിപന്മാരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു. പിന്നാണ് ശൗലിനെ രാജാവാക്കുന്നത്. ഇസ്രായേലിലെ അവസാനത്തെ ന്യായാധിപൻ ശമൂവേലായിട്ട് അവസാനിക്കുകയാണ്. അതുകൊണ്ട് നീ ഏതെല്ലാം സ്ഥാനം വഹിച്ചാലും നിൻ്റെ മക്കളുടെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇച്ചിരൊക്കെ വളർന്നു കഴിഞ്ഞ് ഇച്ചിരി ജോലിയൊക്കെ കിട്ടി നല്ല ശമ്പളമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പറ്റാതെ നോക്കേണ്ട ആവശ്യമില്ല. ലോകത്തിൻ്റെ എല്ലാം കിട്ടുമ്പോൾ അവർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതാണ് അമ്മയും അപ്പനുമാണ്. You have to warn your children, this is dangerous. You are playing a dangerous game and I am going to pray for you. They don't care a damn if you do pray. നീ പ്രാർത്ഥിച്ച അവർക്ക് പുല്ല. കാരണം നിനക്കറിയാം നിൻ്റെ പ്രാർത്ഥനയോട് തുടങ്ങുകയില്ല. കാരണം നിനക്ക് പരമാർത്ഥമില്ലാതെ പ്രാർത്ഥിക്കും. നീ എന്താ ആഗ്രഹിക്കുന്നത്? സമൂഹത്തിൻ്റെ മണ്ണിലെ സ്ഥാനം. അവരിപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇല്ലയോ, മറ്റേ പുള്ളി അവരവിടുത്തെ ഗവർണർ ഇല്ലയോ, വലിയ പേരില്ലയോ, ഭയങ്കര പേരാണ്. അവൻ ദേഹകൃപയെ വളർന്നെന്ന് പറഞ്ഞ അഭിമാനമാണോ? എൻ്റെ മോൻ അവനൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? ഈസ് എൻ ഇവാഞ്ചലിസ്റ്റ്. ഹൂ ഈസ് ഇവാഞ്ചലിസ്റ്റ്? He is doing the work of God. Who will like it? Will you like it? But at the same time, he says, oh, he is the director of that college and he is a big professional, he is a big doctor. You know how many patients are going to. Then that's something of a prestige. Of course, it's a worldly prestige, it's a costly prestige, it's a short-lived prestige. But ours is an eternal prestige. If you believe in the eternal life, if you believe in the kingdom of God, if you think that there's a life after this world, then you can never afford to leave your children. നീ ആയിരിക്കുന്നിടത്ത് നിൻ്റെ മക്കളും ആകാൻ നീ ആഗ്രഹിക്കും. അല്ലെങ്കിൽ നീ അങ്ങേപ്പുറത്ത് കാണത്തേ ഉള്ളൂ. കാരണം ദാവീദിൻ്റെ വിലാപമാണ്. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അബ്ശാലോമോ എവിടെയാ? അബ്ശാലോമിൻ്റെ ദുഃഖം ഭൂമിയിൽ, ദാവീദിൻ്റെ ദുഃഖം ഭൂമിയിൽ തീർന്നിട്ടില്ല. ദാവീദിൻ്റെ ദുഃഖം സ്വർഗത്തിൽ തീരുമോ? തീരത്തില്ല. കാരണം ദാവീദ് നോക്കുമ്പോൾ ഇവനെവിടാ? താൻ സ്നേഹിച്ച തൻ്റെ വാത്സല്യമാറിയ മകൻ എവിടെ കിടക്കുക? പറഞ്ഞ് പാതാളത്തിൽ കിടക്കുകയാണ്.
അപ്പോൾ ഈ സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. നീ ഒരുപാട് പ്രവർത്തിച്ചു, ശരി, ദൈവം അതിനോട് കരുണ ചെയ്യും. ദാറ്റ് ഈസ് ദ ഡെഫിനറ്റ്ലി ഹി ലവ് മെർസി. നിനക്ക് അതിന് പ്രതിഫലവും നൽകും. ഞാൻ പറഞ്ഞു, ഇന്നലെ ഒരുത്തിനെ കുറിച്ച് പ്രാർത്ഥിച്ചവൻ പറഞ്ഞു, എൻ്റെ ദൈവം നീ നീതി കാണിക്കാത്തേക്ക് പറഞ്ഞു. അവൻ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്കതിന് മറുപടി നൽകേണ്ടി, അതെല്ലാം നൽകി കഴിഞ്ഞു. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കുമുള്ള ജീവിതയാത്രയിൽ 70 ഏറെയാൽ 80 മാത്രം. അത് കഴിയുമ്പോൾ ഈ ദൈവത്തിൻ്റേതായിട്ടുള്ള അതിമഹത്തായ ദൗത്യം ആർക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? നമ്മൾ പെറ്റു വളർത്തിയ, പോറ്റി പുലർത്തിയ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഏൽപ്പിച്ചാൽ അതൊരു വലിയ ഭാഗ്യമാണ്. റിക്ക് വാറൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. റിക്ക് വാറൻ അമേരിക്കയിലെ പ്രസിദ്ധനായ സുവിശേഷകനാണ്. 10,000-കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കൂടുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്പൻ മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹം ഒരു പാവപ്പെട്ട പാസ്റ്ററായിരുന്നു. ലാസ്റ്റ് മരിക്കുന്നതിന് മുൻപ് റിക്ക് വാറൻ ചെന്ന് ചോദിച്ചു, ഡാഡ്, വാട്ട് യു വാണ്ട് മീ ടു ഡു? ഞാൻ എന്താണ് ചെയ്യാൻ ഡാഡി ആഗ്രഹിക്കുന്നത്? ആ വയോധികൻ സംസാരിക്കാൻ വലിയ പ്രായമായി. One more for Christ. One more for Christ. Praise the Lord. Rick Warren came out. He started the great ministry. It is one of the biggest ministries in the United States. Day and night, the voice rang in his ears. One more for Christ. Are your children like that? I know so many children in the fellowship, they don't believe in God. There are people who don't believe in God. They don't care for their parents. They don't believe in God. I see so many modern media things. Facebooks, മറ്റേത് മറിച്ചെല്ലാം കിട്ടും. ഞാൻ അടുത്ത ദിവസം അമേരിക്കയിൽ ചെന്നപ്പോൾ കണ്ടു, ഷാർജയിലെ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുക. സിനിമാറ്റിക് ഡാൻസ്, എന്തോ എന്താ പറയുക, ഡാൻസ് എന്ന് എനിക്കറിയാൻ വയ്യ. ചാടുന്നു, പൊടുന്നു, പിളയുന്നു, ഭയങ്കരമായിട്ട് ഭയങ്കര ഡാൻസാണ്. സിനിമയുടെ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ കാണിക്കുക, ആക്ട് ചെയ്യുക. ഞാൻ ഉപ്പാപ്പനെ വിളിച്ചു പറഞ്ഞു, ഡാ നീ അവിടെ ഉണ്ടോ, നീ കണ്ടില്ലേ? അയ്യോ ബ്രദർ, ഞാനിതൊന്നും കാണുന്നില്ല, ഞാൻ കമ്പനിയില്ല എപ്പോഴും, നല്ല കാര്യമില്ലയോ. പിന്നെ ഇതെങ്ങനെയോ അവിടെ ചോദിച്ചു, അങ്കിൾ I don't want to hear your voice. I don't have time for you. Finish. തള്ള എന്നെ വിളിക്കാറില്ല. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിലും ദൈവഭയത്തിലും വളർത്തും. ഇത് അമേരിക്ക ഞാൻ കാണുമ്പോൾ ഈ കുട്ടിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇപ്പോൾ എന്തോൻ്റെ രോഗമാണ്. സംതിങ് ഈസ് റാഡിക്കലി റോങ്. നിനക്ക് നിൻ്റെ മക്കളെ ദൈവകൃപയിൽ വളർത്താൻ ബാധ്യതയുണ്ട്. അല്ല, ദൈവം ചോദിക്കും, നിൻ്റെ മക്കൾ ദൈവമില്ലാത്തവരാണ് എങ്കിൽ നീ അതിന് മറുപടി നൽകിയാൽ മതിയാവും. സോ ഇൻ ദിസ് ഫാസ്റ്റിംഗ് പ്രേ യു ഹാവ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. യു ഹാവ് ടു പ്രേ ഫോർ യുവർ ചിൽഡ്രൻ അറ്റ് എനി കോസ്റ്റ്. യു ഹാവ് ടു സീ, നിങ്ങളുടെ ലക്ഷ്യം ഇന്ന് നിങ്ങളുടെ മക്കൾ ദൈവകൃപയിലല്ല ജീവിക്കുന്നതെങ്കിൽ രാവും പകലും മാതാപിതാക്കന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഇവനെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നേ മതിയാകും. പക്ഷെ അത് ക്യാൻസർ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഒരു മുഴയായിട്ടാണ് വരുന്നല്ലേ. മുഴ വന്നു കഴിഞ്ഞാൽ കീറിയാൽ വേദനയാണ്, അതങ്ങനെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞാലോ അത് പതുക്കെ പഴുക്കെ വലുതാൻ തുടങ്ങും. ദെൻ the tumor will turn into cancer. Then you have to, you fail to operate it. It will turn slowly and you find it become cancerous. Then you have to remove it. You have to go for radiation. Then you have to go for chemotherapy and finally bye-bye to the world. Whereas if you had you to take the tumor away in the beginning, maybe you would have been saving your life. ഈ ട്യൂമർ ആദ്യമേ അങ്ങ് എടുത്ത് കളഞ്ഞായിരുന്നേ കുഴപ്പമില്ല. അന്ന് എൻ്റെ ദേഹത്തൊന്നും പിച്ചാത്തി വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് പിച്ചാത്തിയല്ല, വലിയ കീമോ അടിച്ച് കയറ്റി നിന്നെ വശക്കേടാക്കാണ്. അതുകൊണ്ട് ഓർത്തോളും കേട്ടോ, നിങ്ങൾ ഇവിടെ വന്ന് കാശ് ചിലവാക്കി ഇവിടെ വന്നു വളരെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് വേണ്ടി എനിക്കെല്ലാം സന്തോഷമായ കാര്യമാണ്. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. കാരണം നിങ്ങളുടെ സങ്കടം ഞാൻ കാണേണ്ടി വരും ഉറപ്പായിട്ടും. നിങ്ങളുടെ സങ്കടം അവിടെ ദൈവത്തിന് യാതൊരു പക്ഷാഭേദവുമില്ല. ദാവീദ് കരയാണ്, എൻ്റെ മകനെ അബ്ശാലോമേ, 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 എൻ്റെ മകനെ
നിനക്ക് പകരം ഞാനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്നലെ yesterday, I have to speak in English. Yesterday, Sister Hilda and others were coming and telling me, brother, it's nice that we can have a medical camp in Moinabad. And that's very nice, good idea. We'll speak about it later. What Jesus wants you to do? I'm asking you very straight. Do you think a medical camp will turn somebody to Jesus Christ out? At 10 years, we are there, more than that. Can you show Jesus to somebody in that medical camp? You have got your own word in Telugu. You have never bothered to even to go to them and speak to them about it. Suddenly one night you just call all the doctors and examine the people and send them out. Do you think Jesus is benefited by it? Tell me. Do you think, brother? No, then why do you think about it? You have a medical big fiasco. എൻ്റെ സഹോദര മക്കളെല്ലാം ഡോക്ടേഴ്സാണ്. എനിക്ക് വലിയ അഭിമാനമുണ്ട്. അപ്പോൾ ആ നാടിനെ ഇളക്കാൻ മുഴുവനായിട്ടൊരു വലിയ മെഡിക്കൽ ക്യാമ്പ് നടത്തി. യൂത്ത് ലീഗ്, അവിടുത്തെ പള്ളി എല്ലാം കൂടെ വന്നു. എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നീ ആത്മീയമായ മുഖം മൂടി വെച്ചുകൊണ്ട് നീ മെഡിക്കൽ ക്യാമ്പ് പള്ളി നടത്തിയാൽ എത്ര ആത്മാക്കളെ നിനക്ക് നേടുവാൻ കഴിയും? അതിന് വേണ്ട, നീ ഒരാൾക്കൊരു വേദപുസ്തകം കൊടുക്കുക. ഒരാളോട് ദൈവത്തിൻ്റെ കാര്യം പറയുക. ഇതിൻ്റെ 10,000 ഇരട്ടി പുണ്യം കിട്ടുമായിരുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ സഹോദരങ്ങൾക്ക് ഇവിടെ ഇരിപ്പുണ്ട്, അവർ കേൾക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ അവരോടൊന്ന് രഹസ്യമായിട്ടല്ല പറയുന്നത്. അപ്പോൾ മൊയിനാബാദിൽ ഇപ്പം മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് എന്തിനാ? You got your word of God, that is the spiritual healing. You give them one Bible, they will know. Otherwise they will come, tell they have cough, the doctor will prescribe something and they will not have money to buy and they will go back. Or you give them cough syrup, and the cough syrup is over, you guys will go off. Is it going to gain a soul? I am asking you. You say you want to witness Jesus Christ. If you need to witness Jesus Christ, you have to speak to people. You have to go to people. Not all this sort of humbug. No. It is only through communications can you win people for Jesus. Christianity is a religion which grew out of communication. You have to communicate to people about Jesus Christ. യേശുവിനെ കുറിച്ച് പറയുവാൻ കഴിയണം, അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കഴിയണം. എന്ത് നീ ദൈവത്തിന് വേണ്ടി നേടി? What did you gain for God? Whatever you do, I am talking about the people. Of course, my brothers have the liberty to do all that things. I am not questioning them. Because I am talking this because of the proposition that came. And somebody else thought that is a big thing, big service for the community in Moinabad. What community? Okay, you start a hospital there and go and sit there and treat the people. I appreciate that. So you should know your priorities. നിൻ്റെ മക്കളെ ദൈവകൃപയിൽ വളർത്തുവാൻ കഴിയണം. അല്ലാതെ നീ ഇവിടെ എന്തൊക്കെ നേടിക്കൊടുത്താലും, വീട് നേടിക്കൊടുത്താലും, വീട് എന്ത് ചെയ്താലും ഇല്ല. എനിക്ക് എത്രയോ ഇൻസിഡൻസ് അറിയാം. ദൈവകൃപയിൽ വളർത്തി കുഞ്ഞുങ്ങളായിട്ട് പ്രാർത്ഥിച്ച് പിന്നെ അവസാനം ബ്രദറും വേണ്ട, സൂക്ഷം വേണ്ട, ഒന്നും വേണ്ട. നീ തിരിഞ്ഞ് നോക്കുന്ന ഒരു കാലമുണ്ട്. അത് ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ട് ഇപ്പോൾ മക്കളെല്ലാം വഴിപഴിച്ചു എന്നല്ല പറയുന്നത്. അവർ മദ്യപിക്കുന്നില്ല, ആവശ്യം പോലെ മദ്യപിക്കുന്നവരുമുണ്ട്. ദൈവം ഇല്ലെന്ന് പറയുന്നവരുണ്ടാവും. പല കാര്യങ്ങളുണ്ട്. അമേരിക്കയിൽ അങ്ങനെ ഒരു തലമുറ അമേരിക്കയിൽ തന്നെ ഉണ്ട്. വളരെ പ്രതീക്ഷയോടെ ഞാൻ വളർത്തിയൊരു തലമുറ. അമേരിക്കയിൽ പോയി വളരെ പ്രതീക്ഷയോടെ നടത്തിയ തലമുറ. അതിനകത്ത് ഒരു വിഷം കയറി ആ ഒരു സെറ്റ് ഓഫ് യൂത്തിനെ മുഴുവൻ നഷ്ടപ്പെടുത്തി. ദൈവവചനത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ബൈബിൾ ഫോർ ബൈബിൾസ് എന്ന് പറഞ്ഞ വാനും വാങ്ങി അനേക കാര്യങ്ങൾ ചേരായിട്ട് ക്രമീകരിച്ചു. പക്ഷേങ്കിൽ പിശാച് വളരെയധികം വൈദഗ്ധ്യത്തോടെ പ്രവർത്തിച്ചു. എല്ലാം നഷ്ടമായിട്ടില്ല, നഷ്ടമായെന്ന് കരുതിയാലും. പക്ഷേ അതിനു വേണ്ടി കരയാൻ മാതാപിതാക്കന്മാരില്ല. എൻ്റെ ഒരു കാരണം, നമ്മൾ വീട്ടിൽ ഒരു തള്ളപ്പട്ടിയെയും പട്ടിക്കുട്ടിയെയും വളർത്തിയാൽ പട്ടിക്കുട്ടി ചത്തുപോയാൽ തള്ളപ്പട്ടി കരയോ? ഉണ്ടോ? കരയോ? ഞങ്ങളുടെ വീട്ടിൽ കരയോ? ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിനത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവില്ല. ഉണ്ടോ? They don't have the instinct to understand. ഈ പട്ടി തിരിച്ചു വരത്തില്ലെന്ന് വിശ്വസിക്കാൻ പറ്റൂ? ഇല്ല. ബന്ധങ്ങൾ അങ്ങനെ ശിഥിലമായി പോയിരിക്കുന്നു. ആ ശിഥിലമായ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറണം. ഇറ്റ് ഈസ് നോട്ട് ലേറ്റ്. താമസിച്ചിട്ടില്ല. കണ്ണുനീരോടെ നിൻ്റെ മക്കളെ നേരിടണം. പക്ഷേ അത് വരുമ്പോഴേക്കും സംഗതി ഇച്ചിരി പ്രയാസമായിട്ട് വരും. നിൻ്റെ മക്കളുടെ സ്ഥാനവും മാനവും മഹിമയും സൗന്ദര്യവും ഒക്കെ ചിലപ്പോൾ പോകും. അബ്സലോം ഏറ്റവും വലിയ സൗന്ദര്യവാനായിരുന്നു. ഇസ്രായേലിലേക്കും ഏറ്റവും സൗന്ദര്യവാൻ ഇവിടെ കിടക്കുകയാണ്. ഇവിടെ ആകാശനും ഭൂമിയുടെ മധ്യേ കരുവേലത്തെ തൂങ്ങിക്കിടക്കുകയാണ്.
അതുകൊണ്ട് ശവസംസ്കാര ശുശ്രൂഷ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സൗന്ദര്യവാൻ നിൻ്റെ സൗന്ദര്യം എന്തുണ്ട്? ധനവാൻ നിൻ്റെ ധനം, ബലവാൻ നിൻ്റെ ബലം. തീർന്നു. നിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിൽ വളർത്തുവാൻ കഴിയണം. യേശുവിനെ അറിയുന്ന ഒരു വ്യക്തി, യേശുവിനോട് സാക്ഷിയാകാൻ പോകുന്ന ഒരു വ്യക്തി നിശ്ചയമായും അവൻ്റെ തലമുറയെ യേശുവിനോട് നേടുവാൻ വന്നില്ല. നമ്മൾ പറഞ്ഞു, പഠിപ്പിച്ചു, ഒന്നും ചെയ്തില്ല. പക്ഷേങ്കിൽ അത് നിൻ്റെ ജീവിതത്തിൻ്റെ നീറുന്ന ഭാരമായിരിക്കണം. ഊണിലും ഉറക്കത്തിലും ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും നീ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് നിൻ്റെ കടലപ്പടിമേലും കുറുമ്പടിമേലും ദൈവത്തിൻ്റെ കാര്യം എഴുതി വെച്ച് അഭ്യസിപ്പിക്കേണ്ട സ്ഥാനത്ത് നീ അത് ചെയ്തില്ല എങ്കിൽ അവർ മറ്റു വഴിക്ക് പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിനക്ക് മാത്രമാണ്, മാതാവിനും പിതാവിനും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആരെയും നേടുവാൻ കഴിയും. പിടിച്ചെടുത്താൽ മതിയാവും, അത് വിട്ടു. അതാ നിങ്ങളുടെ ലൈഫ്. അല്ല, അവന് ഇനിയും അടുത്ത വലിയ പ്രൊമോഷൻ കിട്ടണം, അവനിനി ഒരു വീട് വാങ്ങിക്കണം. ഒരു വീട് അത്യാവശ്യമാണ്. അമേരിക്കയിലും കാനഡയിലൊക്കെ വീട് വേണം. പിന്നെ കൂട് വേണം. നിൻ്റെ കണ്ണുനീര് അവരെ തിരിച്ചു വരുത്തണം. സോ ഇറ്റ് ഈസ് ഫോർ ദ പേരൻസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് വെരി ഗുഡ് ദാറ്റ് യു many of you must have signed up for the Jesus Witness. Many of you have been praying for the grace and gifts. എല്ലാം നല്ലതാണ്. ദൈവകൃപ എന്ന പകരം യേശുവിനോട് സാക്ഷികളാൻ സാധിക്കും. പുതിയ തീരുമാനത്തിൽ എല്ലാം നല്ലതാണ്. ആ നല്ലതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് പോകണം. എൻ്റെ മക്കൾ ഞാൻ സേവിക്കുന്ന ദൈവത്തെയാണോ സേവിക്കുന്നത്? അല്ലെങ്കിൽ ഒരു പുതിയ ദൗത്യം. ഞാൻ അനേകരെ നേടുവാൻ ഓടി നടക്കുമ്പോൾ ആരെ നേടണം? ആദ്യമായിട്ട് നിൻ്റെ മക്കളെത്തി. അവർ പറഞ്ഞാൽ അനുസരിക്കത്തില്ല, അനുസരിക്കണ്ട. പക്ഷെ നിൻ്റെ ദൈവത്തോട് നീ കരയുമ്പോൾ, എനിക്ക് അവനെ കൂടിയേ തീരൂ, എൻ്റെ ശുശ്രൂഷയ്ക്ക് അവൻ കൂടിയേ തീരൂ, നീയുമായുള്ള ബന്ധത്തിൽ അവൻ കൂടിയേ തീരൂ, പുതിയ അനുഭവത്തിൽ അവൻ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തെ സേവിക്കണം എന്ന് പറയും. നീ നിലവിളിക്കുമ്പോൾ ഒരു ദിവസമല്ല, ചിലപ്പോൾ 2 ദിവസം, ഇത്രയും പ്രായമായി പോയില്ലേ, ചിലപ്പോൾ ആഴ്ചകൾ, മാസങ്ങൾ നിലവിളിക്കണം. അഗസ്റ്റിനോസിൻ്റെ അമ്മ, വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ അമ്മ മോണിക്ക 14 വർഷമാണ് അഗസ്റ്റിനോസിന് വേണ്ടി പ്രാർത്ഥിച്ചത്. സെൻറ്റ് അഗസ്റ്റിൻ വാസ് ജസ്റ്റ് എ വിക്കഡ് മാൻ. Augustine and his mother Monica prayed for 14 years for a son. 14 years. And he became the greatest, one of the greatest personalities in the Catholic Church. He became the Bishop of Hippo. He became a saint. Why? The tears of a mother. Mother didn't go to preach to him. Monica അവരുടെയൊക്കെ പ്രസംഗിച്ചില്ല. അതിനു വേണ്ടി കർത്താവ് ഇടപെടുമെന്നുള്ള വിശ്വാസത്തിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അഗസ്റ്റിൻ ഒരു ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഒരു കടലാസ് കഷ്ണം കണ്ടു. ടോളേലിയെ എടുത്തു വായിക്കുക ധാരാട്ടവനോട് പറയുന്നു. അവനെടുത്ത് വായിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അക്ഷരമാണ്, കൊരിന്ത്യ ലേഖനമാണ് വായിച്ചത്, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ലേഖനം. ആ രാത്രിയിൽ അവൻ്റെ ജീവിതം അവൻ യേശുവിന് വേണ്ടി സമർപ്പിച്ചു. ഇതിൽ പരം ഭാഗ്യം അല്ലേ മോണിക്ക വല്ലൊരു അറിയൂ? Will anybody know Monica? You know Mona Lisa, but do you know Monica, the mother of Saint Augustine? Today the world knows her. And what will Saint Augustine be doing always? He'll be praying for his mother, because it is because of his mother that he became a saint. When you die, who will care for you? നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്തൊരു ശബ്ദം എൻ്റെ അമ്മയുടെ ശബ്ദമാണ്. എൻ്റെ മാതാവിനോട് പറഞ്ഞു, നിന്നെപ്പോലെ ഒരു മകനെ എൻ്റെ ഉദരത്തിൽ വഹിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. യെസ്, ഇത് ജീവിച്ചിരുന്നപ്പോൾ പല വിഷവും കുത്തിവെച്ച് പാവപ്പെട്ട മമ്മിക്കൊന്നും മനസ്സിലാകാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ എന്നോട് എനിക്കിതിനോട് ഒരുപാട് കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറ്റത്തില്ല, ചുറ്റുപാടുകൾ ശരിയല്ല. എനിക്കറിയാം, അണലികളും പാമ്പുകളും കൊൽപ്പാമ്പുകളും എല്ലാം 4 ചുറ്റും കിടക്കുമ്പോൾ ഒന്നും പറ്റത്തില്ല. കാരണം ഞാൻ ചെല്ലുമ്പോൾ അങ്ങനത്തെ പാവത്തിലൊന്നും പറയാൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ കാര്യമൊന്നും പറഞ്ഞില്ല,
നിന്നെപ്പോലെ ഒരു മകനെ എനിക്ക് ദൈവം തന്നു. ഇങ്ങനെ പറയാം, എൻ്റെ ഉദരത്തിൽ വഹിക്കുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് ഞാൻ എപ്പോഴും ദൈവത്തെ സ്തോത്രിച്ചു. നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും നമ്മുടെ മക്കൾ അങ്ങനെ പറയണം. അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ചൊരു ഭാരമുണ്ടാകണം. എനിക്ക് നിങ്ങളുടേതായിട്ടുള്ള കൃപയെക്കുറിച്ച് സംശയമില്ല, എന്നോടുള്ള നിങ്ങളുടെ അധികമായ സ്നേഹത്തെക്കുറിച്ച് സംശയമില്ല, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമില്ല. പക്ഷേ എനിക്ക് സംശയമുള്ള ഒരു കാര്യം, നിങ്ങളുടെ മക്കളെ നേടിയെടുക്കുവാൻ കഴിയാതെ പോയാൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ദുഃഖത്തിൽ ഞാൻ നിസ്സഹായനാകും, അത്രമാത്രം. When you cry, I can only come and wipe your tears. I cannot redo the thing. I cannot save you. Let's that not happen from this fasting prayer. Remember your children, pray. If they are not with God, bring them to God. We pray. Then your responsibility is 50% reduced. യേശു കൊണ്ടുവരുന്നില്ല, ജനങ്ങൾ പരമാർത്ഥത്തോടെ പ്രാർത്ഥിക്കണം, അത്യന്തമായ ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മോന് കർത്താവേ നല്ലൊരു വീട് അവിടെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ അവസാനം കർത്താവേ അവനെ നീ മടക്കി കൊണ്ടുവരുന്നതല്ല. അവന് വീടും വേണ്ട, കൂടും വേണ്ട, എനിക്കാവശ്യമായിരിക്കുന്നത് അവനെയാണ്. അവന് വീടുണ്ടായോ, കൂടുണ്ടായോ, ജോലി ഉണ്ടോ, ഒന്നുമല്ല എൻ്റെ വിഷയം. ഫസ്റ്റ് ഐ നീഡ് ഹിം, ദെൻ ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. മുന്നമേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോട് ഞാൻ നിനക്ക് സകലതും തരും. ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ മുറിപ്പാടാണ് ഉണ്ടായത്. തന്നെ ഏറ്റവും സ്നേഹിച്ച അബ്ശലോം തൻ്റെ കുറ്റം കൊണ്ടാണ് അവൻ നഷ്ടമായി തീർന്നത്. അവൻ്റെ കുറ്റങ്ങളെ, അവൻ്റെ തെറ്റുകളെ തിരുത്താനിടയാകാതെ മുൻപോട്ട് പോയി. അതുകൊണ്ട് നിങ്ങളിന്ന് ദൈവകൃപ പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് പറയുകയാണ്. എനിക്കറിയാം ഞാൻ പറയുന്ന വാക്കുകൾ പലരെയും മുറിപ്പെടുത്തും, പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നാളെ നിങ്ങൾ നെഞ്ചിത്തടിച്ച് നിലവിളിക്കുന്നത് ഞാൻ കാണേണ്ട വ്യക്തിയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുവാൻ തക്കതിനൊന്നും അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് മുതൽ പ്രാർത്ഥിക്കാമെങ്കിൽ നമ്മുടെ മക്കളെ നേടിയെടുക്കുവാനായിട്ട് തീർച്ചയായും. അത് ബ്രദർ പ്രാർത്ഥിക്കത്തില്ല, ഇല്ല. ആ ഒരു വിഷയം കാരണം ഞാൻ പ്രാർത്ഥനയേക്കാൾ ജാതം നൽകിയ അമ്മയും 9 മാസം ചുമന്നുകൊണ്ടത് അമ്മയും ഞാൻ നൽകിയ അപ്പനും ദൈവത്തോട് പറയുമ്പോൾ ദൈവത്തിന് അവരുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ സാധ്യമല്ല. പക്ഷെ അത് പരമാർത്ഥമായിരിക്കണം, അത് പരമോന്നതമായിരിക്കണം, മറ്റ് യാതൊരു കാര്യവുമില്ല. നിങ്ങളുടേതായിട്ടുള്ള പെരുമാറ്റവും പ്രവർത്തനവുമാണ്, നിങ്ങളുടേതായിട്ടുള്ള വൈകല്യങ്ങളാണ് നിങ്ങളുടെ മക്കളെ ദൈവത്തിൽ നിന്നും ശുശ്രൂഷയിൽ നിന്നും ബലഹീനതയിൽ നിന്നും അകറ്റിക്കളയെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ അമേരിക്കയിൽ ചെന്നു. ഞാൻ ചെറുപ്പം തൊട്ട് വളർത്തിയവർ പോലും എന്നെ ഒന്ന് വിളിക്കാൻ പോലും കൂട്ടാക്കില്ല. ഞാൻ അതിനവർ ബോധമായിട്ട് എനിക്കെന്നാ അതിനവർ ബോധമായിട്ട് എത്രയോ പേരുണ്ട്, എത്രയോ പേര് സമുന്നതമായ നിലകളുണ്ട്, വിളിക്കാറില്ല. ഞാൻ നോട്ട് ബോധമായിട്ട് പൊട്ടിച്ച്. പക്ഷെ ഒരു സങ്കടമുണ്ട്, ദൈവമേ ഇവരെയൊക്കെ ചെറുപ്പം മുതൽ വളർത്തി. എന്തിനു വേണ്ടി വളർത്തി? അവരുടെ സമ്പത്തിന് വേണ്ടിയിട്ടോ മറ്റൊന്നിനോ അല്ല, ദൈവനാമ മഹത്വത്തിനായിട്ട് ഒരു തലമുറ ഉണ്ടാകണം. ഞാൻ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് എപ്പോൾ കടന്നു പോകുന്ന അറിഞ്ഞുകൂടാ, അത് ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരുന്നാലും നമ്മുടെ ദൈവത്തിനോടുള്ള പ്രവർത്തനം ശിഥിലമായി പോകാതെ, ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമം ശിഥിലമായി പോകാതെ, നമ്മൾ സ്നേഹിച്ച, നമ്മളെ കോരിയെടുത്ത് നമ്മളെ വഴി നടത്തിയ ആ ദൈവത്തിൻ്റെ അതിമഹത്തായ ശുശ്രൂഷ ഫലമേൽപ്പിക്കുവാൻ ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന കുഞ്ഞുങ്ങളെ ഒരുക്കണം. റിക്ക് വാറനോട് പറഞ്ഞതുപോലെ ശബ്ദമില്ല, വൺ മോർ ഫോർ ജീസസ്, വൺ മോർ ഫോർ ജീസസ്. ലെറ്റ് ദാറ്റ് ബി യുവർ എയിം. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതല്ല, അവരെ ഡോക്ടർമാരാക്കണമെന്നല്ല. അങ്ങനെ ഡോക്ടർമാരാക്കാനെല്ലാം തീരുമാനിച്ച ലോകത്തിൽ ഡോക്ടർമാരില്ലാതാകും. അതുകൊണ്ട് അതല്ല പറയുന്നത്. പിന്നെയോ അതിനെല്ലാം ഉപരിയായിട്ട് എന്താക്കിയിരുന്നാലും ദൈവകൃപയിൽ അധിഷ്ഠിതമായ, ദൈവഭയത്തിൽ അധിഷ്ഠിതമായ, ദൈവഭക്തിയിൽ അടിയുറച്ച് മുൻപോട്ട് പോകണം. അതുകൊണ്ട് ദൈവം നിന്നെ വിളിച്ചാക്കിയിരിക്കുന്ന ശുശ്രൂഷ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ദൈവം നിന്നെ വിളിച്ചതിന് പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. നിന്നെ ഇതുപോലെ ഒരുത്തൻ്റെ പുറകെ അനുഗമിക്കുവാൻ തക്കവണ്ണം വിളിച്ചാക്കിയതിന് മുന്നിൽ നിനക്കൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്. അപ്പോൾ നീ അവൻ്റെ മുന്നേ കയറി നടക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് മാറ്റേണ്ട ദൈവമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മുന്നേ കയറി നടക്കാനല്ല അനുഗമിക്കുക എന്ന് പറയുന്നത്.
നിനക്ക് സ്വന്തമായിട്ടൊരു വെളിപ്പാടുണ്ടായി, ഉടനെ ഒരു ശുശ്രൂഷ ആരംഭിച്ചു പോയി. അങ്ങനെയൊക്കെ ആരംഭിച്ചു, ഒരുപാട് ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം സഹോദരൻ പോലും വേറെ ശുശ്രൂഷ ആരംഭിച്ചു. ഞാൻ ബോധയുടെ ആയിട്ടില്ല. അവൻ്റെ ഇടയ്ക്ക് പോകണോ അവൻ്റെ ഇടയ്ക്ക് പോകുക, അത്രയേ ഉള്ളൂ. അറിയാമോ, ഞാൻ അവിടുന്ന് പോരുന്നപ്പം എൻ്റെ സ്വന്തം സഹോദരനാണ്, ഉടനെ പുള്ളി ശുശ്രൂഷ അങ്ങ് ആരംഭിച്ചു. തീർന്നു. എന്ത് ശുശ്രൂഷയിൽ കൂടെ ഉണ്ടായിരുന്നവരില്ല. എന്നെക്കുറിച്ച് നമ്മൾ ഭയപ്പെടണ്ട. എനിക്കതിനെക്കുറിച്ച് ഭയമില്ല. കാരണം എനിക്കറിയാം ആരെന്നെ വിളിച്ചു, ആരെന്നെ നടത്തുന്നു. അനുഗമിക്കാൻ പറഞ്ഞ് അനുഗമിക്കാതിരുന്നാൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം ദൈവത്തിൻ്റെ സ്ഥലത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മക്കളെ ദൈവകൃപയിലും ദൈവഭയത്തിലും വളർത്തണം, ദൈവാശ്രയത്തിലും വളർത്തണം. എൻ്റെ മക്കളെ ദൈവം സന്ദർശിക്കും. നീ ലോകത്തിൻ്റെ ഏതെല്ലാം കാര്യങ്ങൾ പോയി അതിന് പരിഹാരം കാണാനും പരിഹാരം കാണുകയില്ല. വാസ്തവമായിട്ട് അവർ ദൈവകൃപയിലാകാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവഭക്തിയിലാകാതെ വിടുകയില്ല. പക്ഷെ അതിന് നിൻ്റെ കണ്ണുനീര് ആവശ്യമാണ്. അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അതൊരു പരമോന്നതമായ ലക്ഷ്യമായിട്ട് കാണും. അങ്ങനെ കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ മാത്രമല്ല, ദൈവമായിട്ട് പ്രവർത്തിപ്പാൻ മാത്രമല്ല, ദൈവത്തിനു വേണ്ടി അനേകാര്യങ്ങൾ ഈ ലോകത്ത് നേടുവാൻ, ഈ അന്ത്യകാലത്ത് നേടുവാൻ ദൈവത്തിന് അനേകം ആവശ്യമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും അതേ വീക്ഷണത്തിൽ, അതേ കൃപയിൽ, അതേ ലക്ഷ്യത്തിൽ. ഒരു പക്ഷെ അങ്ങനെയൊക്കെ പോകുമ്പോൾ മക്കളങ്ങനെ ആകുമ്പം അവർക്ക് പേരും പെരുപ്പിയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. വലിയ 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 ഉദ്യോഗവും ഡിഗ്രിയും വീട്ടുപേരിൻ്റെ വലിയ പേരൊന്നും കാണത്തില്ല. പക്ഷേ സ്വർഗരാജ്യത്തിൽ അവർക്ക് വലിയൊരു പേരുണ്ട്. സ്വർഗരാജ്യത്തിലെ ആദ്യന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരുമുണ്ടാവും, മറക്കരുത്. നീ ഭാഗ്യവാനാണ്. കാരണം നിൻ്റെ മക്കൾ നീ ഇരിക്കുന്ന സ്ഥാനത്ത് വരും. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്രകാരം അവസ്ഥ ഉണ്ടാക്കുവാൻ തക്കതിനൊന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.
മാത്രമെൻ